നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സാമുദായിക സംഘടന അതിൻ്റെ പിന്തുണ UDFന് പ്രഖ്യാപിച്ചത്. അതുപ്രകാരം ആ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തുകയുണ്ടായില്ല. പകരം UDFന് നിരുപാധികമായ പിന്തുണ അവർ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായ VD സതീശനോട് ഇതേക്കുറിച്ച് പത്രമാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: നിലവിൽ ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയൻ ആശയങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ചിന്താധാരയെ ജമാഅത്തെ ഇസ്ലാമി കൈയൊഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്തരം വാദങ്ങൾ അവർ ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ വലിയ ജനാധിപത്യ വിശ്വാസികളാണ്, മതേതര വിശ്വാസികളാണ് എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, മുമ്പ് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്, നിലവിൽ പിന്തുണ നൽകുന്നു, ഭാവിയിലും ആ പിന്തുണ തുടരും എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ആ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചതും നമ്മൾ കണ്ടു. എന്നാൽ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം അവരുടെ ആശയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ മതരാഷ്ട്രവാദമാണ്. അവരുടെ മുമ്പിലുള്ള മതരാഷ്ട്ര ഉദാഹരണങ്ങൾ ഒന്ന് സൗദി അറേബ്യയിലെ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമുള്ള ഭരണമാണ്. രണ്ടാമത്തേത് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവ ഭരണകൂടമാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് അവരുടെ ആശയങ്ങളുടെ അടിത്തറ എന്ന് അർത്ഥം. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് വിശ്വാസിയല്ല. അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന ആര്യാടൻ മുഹമ്മദും ഒരിക്കലും മതവിശ്വാസിയായിരുന്നു. മതവിശ്വാസികളല്ല, മറിച്ച് മുസ്ലിം നാമധാരികൾ മാത്രമാണ് ആര്യാടൻ മുഹമ്മദും മകൻ ആര്യാടൻ ഷൗക്കത്തും. ഇപ്പോഴും അത്തരത്തിലുള്ള ചിന്താഗതികളുമായിട്ട് ആശയങ്ങളുമായിട്ട് തന്നെയാണ് ആര്യാടൻ ബാപ്പുട്ടി മുന്നോട്ട് പോകുന്നത്. ഇപ്പുറത്ത് നിൽക്കുന്ന സ്വരാജ്, സ്വരാജ്, അദ്ദേഹവും മതവിശ്വാസിയല്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ ഏതായാലും മതവിശ്വാസികളല്ല. ഏതാണ്ട് ഇവിടെ മതവിശ്വാസികളല്ലാത്ത രണ്ട് സ്ഥാനാർത്ഥികളിൽ മുസ്ലിം നാമധാരിയായതുകൊണ്ട് മാത്രം ആര്യാടൻ ഷൗക്കത്തിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചു എന്നതിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. പക്ഷെ ആ വൈരുദ്ധ്യത്തിന് പിന്നിൽ അവർക്ക് ചില രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അത് അവരുടെ പാർലമെന്ററി വ്യാമോഹങ്ങളാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഒരു ഘടകകക്ഷിയായി മാറാൻ പറ്റുമോ? അപ്രകാരം അസംബ്ലിയിലേക്ക് 1-2 സീറ്റിൽ മത്സരിക്കാൻ പറ്റുമോ? തങ്ങൾക്ക് 2 MLA-മാരെയൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ? പറ്റിയാൽ മന്ത്രിസ്ഥാനം വരെ കൈക്കലാക്കാൻ പറ്റുമോ? തുടങ്ങിയ ചിന്തകളാണ് അവരുടെ ഉള്ളിലുള്ളത് എന്നുള്ളത് വ്യക്തം. ചുരുക്കം പറഞ്ഞാൽ പാർലമെന്ററി രാഷ്ട്രീയ മോഹം ജമാഅത്തെ ഇസ്ലാമിയിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം നേതാക്കന്മാർക്കിടയിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം. ഈ സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സീനിയർ നേതാവായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ പഴയ ഒരു വീഡിയോ രംഗത്ത് വരുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ വൈറലായി, ടെലിവിഷൻ ചാനലുകളിൽ വൈറലായി. ഒപ്പം ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വരികയുണ്ട്. അതിനകത്ത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അദ്ദേഹം പറയുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്ന് പറയുന്നത് അത് മൗദൂദിയുടെ ആശയങ്ങൾ തന്നെയാണ്. മതരാഷ്ട്രവാദമാണ് അതിൻ്റെ അടിത്തറ. ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതൊരു രാജ്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ഈ ലോകത്തിന് മൊത്തത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. പണ്ട് മദീനയിൽ നബി തങ്ങൾ ഭരിച്ച കാലത്തുണ്ടായിരുന്ന ഇസ്ലാമിക സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം, ഉമർ ഖലീഫയുടെ കാലത്തുണ്ടായിരുന്ന ഇസ്ലാമിക ഭരണം, ഇവിടേക്ക് മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളായിരുന്നിട്ടും മഹത്തരങ്ങളായ ഭരണങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ രാഷ്ട്രത്തിൻ്റെ തലവൻ
രാഷ്ട്രത്തിൻ്റെ ആത്മീയ കാര്യങ്ങളുടെ തലവിനുമൊക്കെ ഇസ്ലാമത വിശ്വാസിയായ ശ്രേഷ്ഠനായ യോഗ്യനായ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാകുന്ന ഒരു ഇസ്ലാമിക ഭരണമാണ്, മതരാഷ്ട്രമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയം എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ സാഹചര്യത്തിൽ ഇതിന് ഒരു വിശദീകരണം നൽകാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ബാധ്യതയുണ്ട് എന്നാണ് നമുക്ക് പറയുന്നത്. മേലിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം, ജനാധിപത്യവാദം തുടങ്ങിയ കാര്യങ്ങളിൽ UDFൻ്റെ നിലപാട് എന്താണ്, കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്ന് നമ്മളോട് പറയാനുള്ള ബാധ്യത നമ്മുടെ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് നേതാവായ വി.ഡി. സതീശനുണ്ട്. അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കുകയില്ല.